നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പൂച്ചിനിപ്പാടം ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൽ തിരുനാളിന് കൊടിയേറി. ഇടവകം മധ്യസ്ഥ വിശുദ്ധ കൊച്ചുത്രേസ്യ, പരിശുദ്ധ കന്യകാമറിയം, വിശുദ്ധ സെബസ്ത്യാനോസ് എന്നിവരുടെ സംയുക്ത തിരുനാളാണ് ആഘോഷിക്കുന്നത്. ചൊവ്വ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് കൊടിയേറി. ഈ മാസം 28, 29, 30, ഡിസംബർ 1 തീയതികളിൽ സംയുക്ത തിരുനാളും ഡിസംബർ 3 വിശുദ്ധന്റെ ഊട്ടുതിരുനാളുമാണ്. ചേർപ്പ് ലൂർദ് മാത ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് നടന്നു. സ്കൂളിൽ ഒരുക്കിയ പാരഡൈസ് പാർക്ക് കുട്ടികൾക്കായി സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. പൂച്ചിനിപ്പാടം ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൽ തിരുനാളിന് കൊടിയേറി. ഇടവകം മധ്യസ്ഥ വിശുദ്ധ കൊച്ചുത്രേസ്യ, പരിശുദ്ധ കന്യകാമറിയം, വിശുദ്ധ സെബസ്ത്യാനോസ് എന്നിവരുടെ സംയുക്ത തിരുനാളാണ് ആഘോഷിക്കുന്നത്. ഈ മാസം 29, 30, ഡിസംബർ 1 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുക. ഇടവക വികാരി ഫാദർ ജിയോ പള്ളിപ്പുറത്തുകാരൻ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഞായറാഴ്ച തിരുനാളിന് മുന്നോടിയായുള്ള വിളംബര റാലി നടക്കും. ഈ മാസം 28 വെള്ളിയാഴ്ച പുഷ്പസമർപ്പണവും ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മവും ഉണ്ടാകും. 29 ശനിയാഴ്ച അമ്പ് പുഷ്പമുടി എഴുന്നള്ളിപ്പ് നടക്കും. 30 ഞായറാഴ്ച ആഘോഷമായി തിരുനാൾ പാട്ടുകുർബാനയും പ്രദക്ഷിണവും നടക്കും. ഡിസംബർ 1 തിങ്കളാഴ്ച തൃശൂർ വാൻസ് ബീറ്റ് ഒരുക്കുന്ന സംഗീത വിരുന്ന് അരങ്ങേറും. കൈക്കാരന്മാരായ ജെൻസൺ ആലപ്പാട്ട, ബാബു അരണാട്ടുകരക്കാരൻ, ജോണി തട്ടിൽക്കാട, ജനറൽ കൺവീനർ ആന്റണി എലുവത്തിങ്കൽ എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകും. ചൊവ്വ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് കൊടിയേറി. ഈ മാസം 28, 29, 30, ഡിസംബർ 1 തീയതികളിൽ സംയുക്ത തിരുനാളും ഡിസംബർ 3 വിശുദ്ധന്റെ ഊട്ടുതിരുനാളുമാണ്. വെള്ളിയാഴ്ച വൈകിട്ട് 6 പള്ളിയിൽ കൊടിയേറ്റത്തിന് ശേഷം വിശുദ്ധ കുർബാന, പ്രസൂതേന്തി വാഴ്ച, പ്രദക്ഷിണം എന്നിവ നടന്നു. തുടർന്ന് കപ്പേളയിൽ കൊടിയേറ്റവും ലതീഞ്ഞും നൊവേനയും നടന്നു. കോട്ടയം ക്രിസ്ത്യൻ റിട്രീറ്റ് സെന്ററിലെ ഫാദർ സനീഷ് വടക്കൂട്ട തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികനായി. കൊടിയേറ്റത്തോടെ നവനാൾ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമായി. ഈ മാസം 27 വരെ എല്ലാ ദിവസവും രാവിലെ 6:15 വൈകിട്ട് 6 തിരുക്കർമ്മങ്ങളുണ്ടാകും. ഈ മാസം 28 വെള്ളിയാഴ്ച വൈകിട്ട് 6 പള്ളിയിലേക്ക് തിരുസ്വരൂപം എഴുന്നള്ളിക്കൽ, കൂടുതുറക്കൽ ശുശ്രൂഷ എന്നിവ നടക്കും. 29 ശനിയാഴ്ച രാത്രി 11 അമ്പ്, വള, കിരീടം എഴുന്നള്ളിപ്പുകൾ പള്ളിയിൽ സമാപിക്കും. ഈ മാസം 30 ഞായറാഴ്ച രാവിലെ 10 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികനാകും. മദ്യവിരുദ്ധ സമിതി ഡയറക്ടർ ഫാദർ ദേവസി പന്തലൂക്കാരൻ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുള്ള പ്രദക്ഷിണം 7 മണിക്ക് സമാപിക്കും. ഡിസംബർ 1 മരിച്ചവർക്ക് വേണ്ടിയുള്ള റാസ കുർബാനയും നടക്കും. വൈകിട്ട് 6:30 ഗാനമേള അരങ്ങേറും. ഡിസംബർ 3 ഞായറാഴ്ച രാവിലെ 6:30 ഊട്ടുനേർച്ച, ഊട്ട് ആശീർവാദം, രാവിലെ 9 ഊട്ടുതിരുനാൾ കുർബാന, വൈകിട്ട് 5 കപ്പേളയിലേക്ക് പ്രദക്ഷിണം എന്നിവയും ഉണ്ടാകും. ചേർപ്പ് ലൂർദ് മാത ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് നടന്നു. സ്കൂളിൽ ഒരുക്കിയ പാരഡൈസ് പാർക്ക് കുട്ടികൾക്കായി സമർപ്പിച്ചു. ചേർപ്പ് സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ വെട്ടത്ത് ഉദ്ഘാടനം ചെയ്തു. ഈ ഉദ്ഘാടന ചടങ്ങിന് മുൻപ് ഈ കിഡ്സ് ഫെസ്റ്റിന്റെ നാന്ദിയായി ഇവിടെ കിഡ്സിന്, കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക്, ഊഞ്ഞാലുണ്ടതിൽ റൈറ്റ്സ് ഒന്നുമില്ലെന്ന് തോന്നുന്നു, ഭാവിയിൽ ഉണ്ടാവുമായിരിക്കും. പിന്നെ കുറെ ഊർന്ന സംഗതികളൊക്കെ കണ്ടു. അവിടെ മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട്, അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ കിഡ്സിന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു സംഗതിയാണ് നമുക്ക് കളിക്കാൻ ഉള്ള ഒരു സ്ഥലം. അപ്പം അങ്ങനെ ആ കുറവും ഇവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പം എല്ലാം കൊണ്ടും ഒരു കുട്ടിക്ക് അവരുടെ ഭാവി ശോഭനമാക്കുവാൻ, അവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും സാഹചര്യങ്ങളും ഈ സ്ഥാപനത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഇനി ആർക്കും ഒരു കുറ്റം പറയാൻ സാധിക്കില്ല. ഈ സ്ഥാപനത്തിൽ സർവതോന്മുഖമായിട്ടുള്ള വളർച്ചയ്ക്ക്, കുട്ടികളുടെ സർവതോന്മുഖമായിട്ടുള്ള വളർച്ചയ്ക്ക്
ചെയ്യാൻ പറ്റുന്നതെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. കല, കായികം, അതുപോലെ തന്നെ സാഹിത്യം, എല്ലാ കാര്യങ്ങളിലും എല്ലാ സർഗശക്തികളെല്ലാം കുട്ടികളുടെ വളർത്തുന്നതിനും എല്ലാം ആവശ്യമായ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന വളർച്ച കുട്ടികൾക്കുണ്ടാകണം. അങ്ങനെ ഇവിടെ നിന്ന് പഠിച്ചുപോയ കുട്ടികൾ വലിയവരാകണം. നാടിനും നാട്ടുകാർക്കും ലോകത്തിന് മുഴുവനും മാതൃകയായി തീരണം എന്നിങ്ങനെയുള്ള ചിന്തകളോടുകൂടിയാണ് ഇവിടുത്തെ ഈ സാഹചര്യം, ഈ പഠന സാഹചര്യം ഒരുക്കപ്പെട്ടിരിക്കുന്നത്. തൃശൂർ അസീസി പ്രൊവിൻസിന്റെ അസിസ്റ്റന്റ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ഫിലോജീസ് അധ്യക്ഷയായി. സിനിമ താരം കുമാരി സന അനിൽ മുഖ്യാതിഥിയായി. നിർമ്മല എഫ്.സി കോൺവെന്റിന്റെ മാനേജറും സിസ്റ്റർ സുപ്പീരിയറുമായ സിസ്റ്റർ എൽസ ആൻഡോ, ലൂർദ് മാത ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ സരിത പുലിക്കോട്ടിൽ, PTA പ്രസിഡന്റ് ജോജോ ഇഞ്ചോടിക്കാരൻ, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഫിൻസ ജോസഫ്, MBTA പ്രസിഡന്റ് ടെസി ലോറൻസ്, KG ഇൻചാർജ് സിസ്റ്റർ നെസി ജീസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വൈവിധ്യമാർന്ന നിരവധി കലാപരിപാടികൾ അരങ്ങേറി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. ഇനി 7ാം വാർഡ് സിബിന നയിക്കട്ടെ എന്ന മുദ്രാവാക്യത്തോടെയാണ് ഓഫീസ് തുറന്നത്. ഡോക്ടർ സോയ ജോസഫ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒരിക്കലുമില്ലാത്ത ആവേശം സത്യത്തിൽ യഥാർത്ഥത്തിൽ കേരളം മുഴുവൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ എവിടെ യാത്ര ചെയ്തു പോകുമ്പോഴും കൂടുതൽ കാണുന്നത് കൈപ്പത്തിയാണ്. ഏറ്റവും ആദ്യം കാണുന്ന പോസ്റ്ററുകൾ കോൺഗ്രസിൻ്റെതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് പ്രിയപ്പെട്ട ശബരിചേട്ടനെയൊക്കെ ഇറക്കി, അല്ലെങ്കിൽ ശബരിചേട്ടനെ പോലെയുള്ള ഒരു മുൻ MLA ഒരു കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന തരത്തിലേക്ക് മികച്ച MLA-മാർ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ഞാൻ വരുന്ന അടാട്ട് പഞ്ചായത്തിൽ നിന്ന് അനിലക്കരയെ പോലെയുള്ള ഒരു മുൻ MLA ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരിക്കുന്ന, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ വളരെ കാര്യക്ഷമമായി തന്നെ വളരെ കൃത്യതയോടുകൂടെ തന്നെ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് പാർട്ടി വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സാധാരണ നമ്മൾ അവണിശ്ശേരിക്ക് ഒരു കളങ്കമുണ്ട് അല്ലേ? എല്ലാ കാലത്തും ഇത് BJP-യുടേതെന്തോ BJP കൊണ്ടു നടക്കുന്ന എന്തോ ഒന്നാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു കളങ്കമുണ്ട്. ആ കളങ്കം ഇത്തവണ നമുക്കൊന്ന് മായ്ക്കണമെന്ന് നമ്മൾ തന്നെ തീരുമാനമെടുക്കേണ്ട സമയമാണ്. ഞാൻ ചിന്തിക്കുന്നത് പോലെ ഇവിടെ വലിയ മാർജിനിലൊന്നുമല്ല, പല വാർഡുകളും ചെറിയ ചെറിയ മാർജിനിൽ തോക്കുന്ന വാർഡുകൾ 3-4 ഉണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ ചെറിയ മാർജിനിൽ തോക്കുന്ന വാർഡുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയാത്തതായി, അല്ലെങ്കിൽ തിരിച്ചു പിടിക്കുക എന്നതിനപ്പുറത്തേക്ക് മാറിപ്പോയതായിട്ടുള്ള ഒരു സംവിധാനവും ഇവിടെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പറയുന്നത് പോലെ വോട്ട് ചോരി ഉൾപ്പെടെയുള്ള, എങ്ങനെയാണ് BJP-യുടെ വോട്ട് വളർച്ച എന്നൊക്കെ പറയുമ്പോൾ അതിന് കൃത്യമായി അത് വോട്ട് ചോരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് അവണിശ്ശേരി. അവണിശ്ശേരിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ തൃശ്ശൂർ പാർലമെന്റിലേക്ക്, അല്ലെങ്കിൽ ഈ പറയുന്നതുപോലെ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ വോട്ട് സംഭാവന ചെയ്ത, വോട്ടിന്റെ സംവിധാനങ്ങൾ സൃഷ്ടിച്ച, കള്ളവോട്ടുകൾ ചേർത്ത ഒരു കേന്ദ്രം കൂടിയായി അവണിശ്ശേരി പലപ്പോഴും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ ഒക്കെ പൊളിച്ചെഴുതാനുള്ള ഒരു സമയത്തേക്കാണ് നമ്മൾ നിൽക്കുന്നത്. പ്രിയൻ പെരിഞ്ചേരി അധ്യക്ഷനായി. നമുക്കറിയാം, ഒരുപാട് പ്രവർത്തകർ നമ്മുടെ 7ാം വാർഡിലുണ്ടെങ്കിൽ പോലും മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കാൻ, ഞാനുണ്ട് മുൻനിരയിൽ നിൽക്കാൻ എന്ന് പറഞ്ഞ് സധൈര്യം വന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ സുഹൃത്താണ് ശ്രീ ഗിൽബർട്ട്. അദ്ദേഹം ഇത് വരിക മാത്രമല്ല, ഈ വാർഡിൻ്റെ ചുമതല ഏറ്റെടുക്കുകയും അതോടൊപ്പം തന്നെ ഈ വാർഡിലെ മറ്റുള്ള പ്രവർത്തകരെ കൂട്ടിയോജിച്ചുകൊണ്ട് വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ച് നല്ല രീതിയിലുള്ള പ്രവർത്തനം ഇവിടെ കാഴ്ചവെക്കുകയാണ്. 20 വർഷക്കാലമായി BJP-യുടെ വാർഡ് മെമ്പറാണ് ഇവിടെ ഉള്ളത് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ ഒരു വാർഡ് മെമ്പർ സംവിധാനം മാത്രമല്ല, സംഘപരിവാർ ശക്തികളുടെ എല്ലാവിധ കൂത്താട്ടം കൂടി നടക്കുന്ന ഒരു വാർഡ് കൂടിയാണ് 7ാം വാർഡ്. ശബ്ദിക്കാനും പ്രതികരിക്കാനും ആരുമില്ല എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു സമയത്താണ് അതിശക്തമായ രീതിയിൽ പ്രവർത്തിക്കുവാൻ ഗിൽബർട്ടിൻ്റെ ഒപ്പമുള്ള സഹപ്രവർത്തകരും മുന്നോട്ട് ഇറങ്ങി വന്നത്. UDF അവണിശ്ശേരി മണ്ഡലം ചെയർമാൻ അനൂപ്, ഗിൽബർട്ട് തോമസ്, ചേർപ്പ് ബ്ലോക്ക് സ്ഥാനാർത്ഥി KV ബാലൻ, റോസ്ലി ജോയ്, ചന്ദ്രൻ, ജോയ് പയ്യപ്പള്ളി, സിജോ ജോസ്, ലിൻസി പ്രദീപ്, അഞ്ജു പ്രവീൺ എന്നിവർ സംസാരിച്ചു. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ശ്രീമൂലസ്ഥാനത്തേക്ക് കാർ ഇടിച്ചുകയറി. മദ്യലഹരിയിലായിരുന്ന 2 പുരുഷന്മാർക്കൊപ്പം ഒരു സ്ത്രീയുമായിരുന്നു കാർ യാത്രികർ.
യുനെസ്കോ അവാർഡിലൂടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നടന്ന അനിഷ്ട സംഭവം ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച രാത്രിയിലാണ് സംഭവം. KL8 BL 6113 എന്ന രജിസ്ട്രേഷൻ നമ്പറിലുള്ള ബെൻസ് കാറാണ് ശ്രീമൂലസ്ഥാനത്തേക്ക് ഇടിച്ചു കയറിയത്. മദ്യലഹരിയിലായിരുന്നു കാറിലുണ്ടായിരുന്ന 2 പുരുഷന്മാർ. ഒരു സ്ത്രീയും കാറിലുണ്ടായിരുന്നു. കാർ ശ്രീമൂലസ്ഥാനത്തേക്ക് ഇടിച്ചു കയറിയതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്താൻ ശ്രമിച്ച പുതിയ സുരക്ഷാ ജീവനക്കാരനെ മുതിർന്ന സുരക്ഷാ ജീവനക്കാരൻ തടഞ്ഞതായി പറയുന്നു. പോലീസിനെ വിവരം അറിയിക്കാൻ ശ്രമിച്ചതും ഇതേ ജീവനക്കാരൻ തടഞ്ഞതായാണ് പറയുന്നത്. ഇതിനിടെ സംഭവ സമയത്തുണ്ടായിരുന്ന ചില ഭക്തരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. സംഭവത്തിൽ ഭക്തർ ഏറെ പ്രതിഷേധമുയർത്തിയിട്ടുണ്ട്. പതിവായി രാത്രി 8:30 നട കഴിഞ്ഞാൽ ക്ഷേത്ര പരിസരം സാമൂഹ്യവിരുദ്ധരുടെ താവളമാകുന്നുവെന്ന ആരോപണം ശക്തമാണ്. മദ്യപന്മാരും ലഹരി വിൽപ്പനക്കാരും ഇക്കൂട്ടത്തിലുണ്ടെന്നും രാത്രികാലങ്ങളിൽ മേഖലയിൽ പോലീസ് ശക്തമായ പരിശോധന നടത്തണമെന്ന ആവശ്യവും ഉയർന്നിരിക്കുകയാണ്. LDF പെരിഞ്ഞനം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൺവെൻഷൻ നടന്നു. പെരിഞ്ഞനം യമുന ഓഡിറ്റോറിയത്തിലായിരുന്നു കൺവെൻഷൻ. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ശ്രേയസ് ചെരിയത്ത് അധ്യക്ഷനായി. ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് കൺവെൻഷനിൽ സ്വീകരണം നൽകി. LDF നേതാക്കളായ CK ഗിരിജ, TP രഘുനാഥ, KB ഹൈദ്രോസ്, CD അനസ് എന്നിവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം അവസാനിച്ചു. 161 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ജില്ലാ പഞ്ചായത്തിന്റെ 30 ഡിവിഷനുകളിലേക്ക് 161 സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത്. വരണാധികാരിയായ ജില്ലാ കലക്ടർ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. വെള്ളിയാഴ്ചയായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം. 35 സ്ഥാനാർത്ഥികളാണ് അവസാന ദിനം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ശനിയാഴ്ച നടന്നു. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി തിങ്കളാഴ്ചയാണ്. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ മംഗല്യത്തിനും സർവൈശ്വര്യത്തിനും വേണ്ടിയുള്ള തിരുവോണ പൂജ ബുധനാഴ്ച നടക്കും. ദീപാരാധനയ്ക്ക് ശേഷമാണ് തിരുവോണ പൂജ നടക്കുക. പൂജയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തർ നേരിട്ടോ താഴെയുള്ള നമ്പറിലോ ബന്ധപ്പെടുക. 0487 234850 9400 741151. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,535 രൂപ, പവന് 92,280 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പൂച്ചിനിപ്പാടം ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൽ തിരുനാളിന് കൊടിയേറി. ഇടവക മധ്യസ്ഥ വിശുദ്ധ കൊച്ചുത്രേസ്യ, പരിശുദ്ധ കന്യകാമറിയം, വിശുദ്ധ സെബസ്ത്യാനോസ് എന്നിവരുടെ സംയുക്ത തിരുനാളാണ് ആഘോഷിക്കുന്നത്. ചൊവ്വ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് കൊടിയേറി. ഈ മാസം 28, 29, 30, ഡിസംബർ 1 തീയതികളിൽ സംയുക്ത തിരുനാളും ഡിസംബർ 3 വിശുദ്ധന്റെ ഊട്ട് തിരുനാളുമാണ്. ചേർപ്പ് ലൂർദ് മാത ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് നടന്നു. സ്കൂളിൽ ഒരുക്കിയ പാരഡൈസ് പാർക്ക് കുട്ടികൾക്കായി സമർപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.